നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഈമാൻ ആരുടേതാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുമോ? ഈ അസീസ് സാഹിബിന്റെ ഈമാൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് ഈമാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആദരണീയനായ പാങ്ങോട് ഉസ്താദിന് പറയാൻ കഴിയില്ല. ഉസ്താദിന് ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. സഹോദരങ്ങളെ, തലപ്പാവ് ധരിച്ചത് കൊണ്ടോ ദാടിരോമമുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള മതപരമായ വിഷയത്തിൽ അവൻ മുൻപന്തിയിലാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അയാൾ ഈമാനുള്ളവനാണെന്ന് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ ഏറ്റവും നല്ല ഈമാൻ തിരിച്ചറിയാനുള്ള അടയാള 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകൻ നമ്മെ പഠിപ്പിക്കുകയാ. എന്താണെന്നറിയോ? അക്മലുൽ മുഅ്മിനീന ഈമാനാ, ഈമാനാൽ മുഅ്മിനീങ്ങളിൽ സമ്പൂർണമായവൻ ആരെന്നറിയോ? ഏറ്റവും നല്ല സമ്പൂർണമായ വിശ്വാസം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പ്രതിഷ്ഠിച്ചവൻ ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിസ്കാരക്കാരനല്ല, നോമ്പുകാരനല്ല, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവന് തന്നെയാ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. അല്ലാഹുവിന്റെ റസൂല പറയുന്നത് ഈമാനിൽ ഏറ്റവും സമ്പൂർണമായവൻ, ഏറ്റവും വലിയ ഈമാനുള്ള ആള് ഈമാനെ ചുരുങ്ങുകയും വർദ്ധിക്കുകയും ചെയ്യുമല്ലോ. എന്നാൽ ഏറ്റവും നല്ല ഈമാനുള്ളത് ആർക്കെന്നറിയോ? ഏറ്റവും നല്ല മെച്ചപ്പെട്ട സ്വഭാവമുള്ളവനാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിന്റെ സുരക്ഷിതത്വത്തിന്, നമ്മുടെ ഈമാനിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലാഹു നമ്മുടെ മുന്നിൽ വെച്ച ഡിമാൻഡ് എന്തെന്നറിയോ? അത് നീ നിന്റെ സ്വഭാവത്തെ നന്നാക്കല, അത് നിന്റെ സ്വഭാവത്തെ നന്നാക്കല. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാനാണ് ഖൽഖിനെ പടച്ചത്, അതുകൊണ്ട് തന്നെ ഞാനാണ് അവനെ പടച്ചത്. ഖൽഖ് എന്റെ ഭാഗത്ത് നിന്നാ ഉണ്ടായത്, അതുകൊണ്ട് ഖുലുഖ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അല്ലാഹു നിങ്ങളുടെ ഖൽഖിലേക്കല്ല നോക്കുന്ന, ഖുലുഖിലേക്കാ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാബികും വലാ ഇലാ സുവരികും വലാകിൻ യൻളുറു ഇലാ ഖുലൂബികും. നിങ്ങളുടെ രൂപലാവണ്യങ്ങളിലേക്കും വേഷഭൂഷാദികളിലേക്കും ആകാര സൗഷ്ഠവങ്ങളിലേക്കും വാക്സാമർത്ഥ്യത്തിലേക്കും ഒന്നുമല്ല അല്ലാഹു നോക്കുന്നത്. എവിടെയാണെന്നറിയോ? നിങ്ങളുടെ സ്വഭാവത്തിലേക്കാണ് അല്ലാഹു നോക്കുക. അതുകൊണ്ടാ റസൂലുള്ളാഹി പറഞ്ഞത്, അക്മലുൽ മുഅ്മിനീന ഈമാനാ, ഏറ്റവും സമ്പൂർണമായ ഈമാൻ ആരുടേതെന്നറിയോ? അഹ്സനുഹും ഖുലുഖാ, നല്ല സ്വഭാവമുള്ളവനാണ്. നല്ല സ്വഭാവമുള്ളവന്റെ ഈമാൻ സമ്പൂർണമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നോക്ക്, ഈമാന്റെ വിഷയമാണെങ്കിൽ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരാളെ ഈ നാട്ടില് വിലയും നിലയും ഉണ്ടാകണമെങ്കിൽ, ചില ആളുകൾ എത്ര കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാലും ആളുകളുടെ ഇടയിൽ ഒരു വില ഉണ്ടാവൂല, ആളുകളുടെ ഇടയിൽ ഒരു വിലയും ഉണ്ടാവൂല. ഇപ്പൊ നമ്മുടെ കസേര തികയാതെ വരുമെന്നാണല്ലോ തോന്നുന്നത്. ശരി. ഇപ്പൊ കല്യാണത്തിന്റെ അന്ന് നമ്മളെ പ്രതീക്ഷിച്ച് ആഹാരം ഉണ്ടാക്കി തലേ ദിവസം, കല്യാണത്തിന്റെ അന്ന് വരാതെ തലേ ദിവസം വരുമ്പോ പുതിയണ്ണിന്റെ വാപ്പാടെ അവസ്ഥ പോലെയാണ് അസീസാക്കാടെ അവസ്ഥ. ഇപ്പം ആഹാരം തികയോ, കസേര തികയോ, ആകെ ഒരു അപ്രാളമാണ്. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരാളെ അള്ളാഹു അങ്ങ് ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ നാട്ടില് ചില ആളുകളൊക്കെ ഉണ്ട്, പണം കൊടുത്തിട്ട് പദവി വാങ്ങാറുണ്ട്. പണം കൊടുത്തിട്ട് കിട്ടുന്നതാണോ പദവി? അത് ആളുകൾ തരേണ്ടതല്ലേ? നമുക്ക് നമ്മുടെ നാട്ടില് എത്ര വലിയ സർക്കസ് കാണിച്ചാലും സമ്മാനം വാങ്ങണമെങ്കിൽ താഴെ ഇറങ്ങണം, അല്ലേ? എത്ര റിങ്ങിൽ ഓടിയാലും ചാടിയാലും സമ്മാനം വാങ്ങണമെങ്കിൽ താഴെ വരണം. എന്ന് പറഞ്ഞാൽ എവിടെ ഏത് ലോകത്ത് പോയാലും നമ്മളെ മാർക്കിടേണ്ടത് നമ്മുടെ നാട്ടില് വിലയുണ്ടാകണം. നമ്മുടെ നാട്ടിൽ നമുക്കൊരു വിലയുണ്ടാകണം, സമൂഹത്തിൽ ഒരു വിലയുണ്ടാകണം. ആ സമൂഹത്തിൽ വില കാശ് കൊടുത്താൽ കിട്ടൂല. കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല സമൂഹത്തിലെ ഉന്നതമായ വില. അത് കിട്ടണമെങ്കിൽ എന്താ വേണ്ടെന്നറിയോ? അള്ളാഹു ഇഷ്ടപ്പെടണം നമ്മളെ. അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുമത്രേ, ജിബ്രീൽ, കൊല്ലം ജില്ലയിലെ ഇന്നയാളിനെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം ജിബ്രീൽ.
അത് കേട്ട ഉടനെ ജിബ്രീൽ ഇഷ്ടപ്പെടുക മാത്രമല്ല, മലായിക്കത്തുകളെ വിളിച്ചിട്ട് പറയുകയാണ്, ഓ മലായിക്കത്തുകളെ, ഇന്നയാളിനെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. ഇന്നല്ലാഹ അഹബ്ബ ഫുലാൻ, അള്ളാഹു ഇന്നയാളെ ഇഷ്ടപ്പെടുകയാണ്. ഫഉഹിബ്ബുഹു, ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഫഅഹിബ്ബൂ, നിങ്ങളും ഇഷ്ടപ്പെടണം അയാളെ. ആ സന്ദർഭത്തിൽ മലായിക്കത്തുകളും അള്ളാഹുവിന്റെ ഇഷ്ടം കാരണം, ജിബ്രീൽ ഇഷ്ടപ്പെട്ടത് കാരണം മലായിക്കത്തുകളും ഇഷ്ടപ്പെടുകയാ. അങ്ങനെ മലായിക്കത്തുകളും അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ ആ മനുഷ്യനൊരു വിലയുണ്ടാകും, ഒരു സ്ഥാനമുണ്ടാകും, ആ മനുഷ്യന് നല്ല സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമെന്ന് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഒരാളോട് അല്ലാഹുവിന് വെറുപ്പുണ്ടായാലോ, ഈ കൊട്ടിയത്തുള്ള സിത്താരയിലുള്ള ഒരാളോട് പടച്ചവന് വെറുപ്പാണ്, ദേഷ്യമാണ്, പകയാണ് എന്നിരിക്കട്ടെ. എന്നാൽ സംഭവിക്കുന്നത് എന്തെന്നറിയോ? അള്ളാഹു ജിബ്രീലിനെ വിളിക്കുകയാണ്, ജിബ്രീലേ, ഇന്നയാളോട് എനിക്ക് വെറുപ്പാണ്, അതുകൊണ്ട് നീയും വെറുക്കണം ജിബ്രീൽ. ജിബ്രീൽ വെറുക്കുക മാത്രമല്ല, ആ ജിബ്രീലിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ മാലാകമാര് മുഴുവനും വെറുക്കുകയാ. മലായിക്കത്തുകൾ മുഴുവനും വെറുത്താൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ യുളഉൽ ഖബൂ, നാട്ടിലൊരു വിലയും ഉണ്ടാവുകയില്ല, വട്ടപൂജ്യമാണ് അവന് നാട്ടില്. അവന്റെ സ്നേഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവനും നമ്മളെ കൊണ്ടു നടക്കും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സ്നേഹമാ നമുക്ക് വേണ്ടത്. പടച്ച തമ്പുരാന്റെ സ്നേഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവനും നമ്മളെ ആദരിക്കുന്നതാ. അല്ലാതെ പണം കൊടുത്തു വാങ്ങാനുള്ളതല്ല പ്രശസ്തി, പണം കൊടുത്തു വാങ്ങാനുള്ളതല്ല പദവി, അംഗീകാരം ജനങ്ങൾക്ക് കാശ് കൊടുത്തു വാങ്ങാനുള്ളതല്ല. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയ്ക്ക് കൊടുക്കുന്ന വരദാനമായി, സമ്മാനമായി കൊടുക്കുന്നതാ. എന്നാൽ പടച്ചവന്റെ സ്നേഹം നേടാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മാർഗം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തുൻ നബവിയിൽ ഇരിക്കുമ്പോ ഉസാമത്ത് ബിൻ ശരീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, തലയിൽ ഒരു മാടപ്രാവ് വന്നിരുന്നാൽ, തലയനക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ തലയനക്കാതിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ റസൂലുള്ളാഹിയുടെ ചുണ്ടുകളിൽ നിന്ന് അടർന്നു വീഴുന്ന അറിവുകളെ പറക്കിയെടുക്കാൻ വളരെ ശ്രദ്ധയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന സഹാബത്തിന്റെ മുമ്പിൽ ഒരു വിഭാഗം ആളുകൾ കടന്നു വരികയാ. അവര് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മൻ അഹബ്ബു ഇബാദില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിനടുക്കൽ ഏറ്റവും സ്വീകാര്യമായ പടച്ചവന് ഏറ്റവും ഇഷ്ടമുള്ള ദാസന്മാരാരാ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരാരാ? ഇത് മഹാനായ ഉസാമത്ത് ബിൻ ശരീഖ് തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ സമയത്ത് റസൂലുള്ളാഹിയുടെ ചുണ്ടുകൾ ചലിക്കുകയാ. മഹാനായ സഹാബി പറയുകയാണ്, ഞങ്ങൾ സാഗോദം കേൾക്കുകയാ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ആരെ പറ്റിയാ? ആരോടാണ് പടച്ചവന്റെ സ്നേഹമുള്ളതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖാല അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സൽസ്വഭാവികൾ ആരോ അവരോടാണ് പടച്ചവന് സ്നേഹമുള്ളതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദാസന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭാഗം അവൻ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും നല്ല സൽസ്വഭാവികളാണെങ്കിൽ അടിവരയിട്ട് കേട്ടോ പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് വേണോ? അവന്റെ ഇഷ്ടം നമുക്ക് വേണോ? അതുവഴി സമൂഹം മുഴുവനും നമ്മളെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കാൻ, ആളുകൾ അംഗീകരിക്കാൻ, ആളുകൾ പദവി തരാൻ, ആളുകൾ നമ്മളെ പൂവിട്ട് ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാ, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ചില ആളുകൾ പറയും, വേണ്ട, എനിക്കും എന്റെ പടച്ചോനെ മാത്രം തീരുമാനിച്ചാൽ മതി. അത് നടക്കൂല, അത് ദുനിയാവിന് നടക്കൂല. എനിക്കും എന്റെ പടച്ചവനും ഇടയിൽ ഞാനും എന്റെ റബ്ബും തമ്മിലായിക്കോളാം. നാട്ടുകാർ ഇഷ്ടപ്പെട്ടാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, എന്റെ പടച്ചോ നോക്കിക്കോളും. പറ്റില്ല, പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ മയ്യത്ത് കൊണ്ടുപോകുന്ന അവസരത്തിൽ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഒരു വിഭാഗം സഹാബാക്കൾ ആ മയ്യത്തിനെ പറ്റി നല്ലത് പറഞ്ഞത്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ദഖലൽ ജന്ന, അല്ല വജബത്, അതൊക്കെ സ്വർഗ്ഗ നിർബന്ധമാണ്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ മോശമായ വർത്തമാനം പറഞ്ഞു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത് വജബത്ത്, അവന് നരകം നിർബന്ധമാണ് എന്നാണ്. നല്ലത് പറയാൻ ഒരു സമൂഹം ഉണ്ടാകണം.
ഇന്ന് ജുമഅയ്ക്ക് എന്റെ അഭിവന്യനായ ജനറൽ സെക്രട്ടറി യൂസുഫ് സാർ എന്ന പേരിൽ അറിയപ്പെടുന്ന 20-25 വർഷക്കാലം തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരു വലിയ മനുഷ്യന്റെ മയ്യത്ത് ജുമാ നിസ്കാരത്തിന് ശേഷം കബറടക്കിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയത്. സഹോദരങ്ങളെ, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ യാത്രകളിൽ പലരെയും കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇത്രയും നല്ല ഒരു അദബുള്ള, മറ്റുള്ളവരോട് വിനയത്തോടുകൂടി സൽസ്വഭാവത്തോടുകൂടി ഇടപെട്ടിരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നത്, നിങ്ങൾ പറയും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ല, ഞാൻ ശമ്പളം വാങ്ങുന്നതൊക്കെ ഇത്തിരി താമസിച്ചിട്ടാ. അവിടെയുള്ള മുഅല്ലിമീങ്ങൾക്ക്, അവിടെയുള്ള ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നത് കൃത്യം 30-ാം തീയതി കൊടുക്കും. എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നത്, ഉസ്താദുമാരെ, നിങ്ങൾ പാൽക്കാരന് കൊടുക്കുന്നത് 1-ാം തീയതി കൊടുക്കാമെന്ന വാക്ക്, പത്രക്കാരന് 1-ാം തീയതി കൊടുക്കാമെന്ന വാക്ക്, മക്കളുടെ സ്കൂൾ ഫീസ് 1-ാം തീയതി കൊടുക്കാമെന്ന നിങ്ങളുടെ വാക്ക്, ഞങ്ങൾ 30-ാം തീയതിക്ക് മുമ്പ് ശമ്പളം തന്നില്ല എങ്കിൽ 1-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതിയാണ് പിന്നെ വെള്ളിയാഴ്ച വരുന്നത്, നിങ്ങൾക്ക് അപ്പോഴാണ് ഞങ്ങൾ ശമ്പളം തരുന്നത് എങ്കിൽ നിങ്ങളുടെ വാക്ക് നിങ്ങൾ തെറ്റിച്ചതായി പാൽക്കാരനും പത്രക്കാരനും സ്കൂൾ ഫീസ് വാങ്ങുന്ന അവിടുത്തെ ക്ലാസ് നടത്തുന്ന അധ്യാപകരും മനസ്സിലാക്കും. അത് നിങ്ങളുടെ ഈ സ്ഥാനമാനങ്ങൾക്കും നിങ്ങളുടെ വേഷത്തിനും ചേർന്നതല്ല, അതുകൊണ്ട് ആ ശാപമാക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് കൃത്യമായി 1 മാസം പൂർത്തിയാകുന്നതിന്റെ തലേ ദിവസം പൈസ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്ന ആള്. ഇത്രയും കൃത്യത വരുത്തുന്ന ഒരാൾ വേറെ ആരാ ഉള്ളത്? മാത്രമല്ല, അദ്ദേഹം പള്ളിയുടെ കാര്യത്തിന് എവിടെയെങ്കിലും ഒന്ന് പോയാൽ, ഏതെങ്കിലും വീട്ടിലേക്കൊന്ന് കയറിയാൽ, ആ സഹോദരൻ വരുന്നു എന്നറിയുമ്പോൾ തന്നെ പള്ളിക്ക് ആവശ്യമായത് എണ്ണി തിട്ടപ്പെടുത്തി 50,000 എങ്കിൽ 50,000, 10,000 എങ്കിൽ 10,000 ആളുകൾ തയ്യാറാക്കി അദ്ദേഹത്തിന് കൊടുക്കാൻ, ഇങ്ങോട്ടങ്ങ് കൊടുക്കാൻ. ഇത്രയും സന്തോഷത്തോടുകൂടി ഒരു മനുഷ്യനെ സമീപിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ മനുഷ്യൻ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതൊരു അത്ഭുതമായി തോന്നിയേക്കാം, 1200-ലധികം ഡയാലിസിസ് കഴിഞ്ഞു. 1200-ലധികം ഡയാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. ഡയാലിസിസ് അദ്ദേഹം 1200-ലധികമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും വിഷമമാണ്, പള്ളിയിലെ ആളുകൾക്കും വിഷമമാണ്, ഞങ്ങൾക്കൊക്കെ വിഷമമാണ് അദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്യുന്നത്. പക്ഷേ ഡയാലിസിസ് സെന്ററിലെ ജീവനക്കാരായ അവിടുത്തെ നഴ്സുമാർക്ക് വളരെ സന്തോഷമാണ് ഇദ്ദേഹത്തിനെ ഡയാലിസിസ് ചെയ്യാൻ. എന്താണെന്നറിയോ? പോകുമ്പോൾ ഒരു ഫ്ലാസ്ക് നിറച്ച് ചായ ഇട്ട് ഒരു കവറിൽ നിറച്ച് എണ്ണ പലഹാരങ്ങളുമായിട്ടാണ് പോകുന്നത്. മൂപ്പര് വരുന്നത് അവർക്കൊരു ഉത്സവത്തിന്റെ പ്രതീതിയാ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സ്വഭാവമുള്ളൊരു മനുഷ്യന്റെ മയ്യത്ത് ഇന്നും മണ്ണേറ്റുവാങ്ങി. നമുക്ക് നാട്ടില് വിലയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തരുന്ന ഇഷ്ടത്തിന്റെ പേരിലാ കിട്ടുക. ചില ആളുകൾക്ക് ആരും മൈൻഡ് ചെയ്യൂല, അത് ആരുടെയും കുറ്റമല്ല. നമ്മൾ ചോദിക്കാറുണ്ട്, സമൂഹത്തിന് എന്തു പറ്റി, എന്നെ അംഗീകരിക്കാത്തത് എന്തു പറ്റി, എന്നെ എന്തുകൊണ്ട് അവർ അംഗീകരിക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് വില കൽപ്പിക്കുന്നില്ല? ആ വില കൽപ്പിക്കേണ്ടത് പൊന്നുമോനെ നാട്ടുകാരല്ല, സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവേശ്വരനായ പടച്ച തമ്പുരാൻ നിനക്ക് വിലയിട്ടാൽ, നിനക്ക് അവൻ മാർക്കിട്ടാൽ മാത്രമാണ് ജനങ്ങൾ മാർക്കിടുക. ആ പടച്ചവന്റെ സ്നേഹം നിനക്ക് കിട്ടണമെങ്കിൽ അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ വന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരെന്ന് ചോദിച്ചപ്പോൾ അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവികളായ സൽസ്വഭാവികളായ ആളുകളോടാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമെന്ന് പഠിപ്പിച്ചതും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. മറക്കരുത്, ഒന്ന് ഈമാനാണ് എങ്കിൽ, രണ്ടാമത്തേത് പടച്ചവന്റെ സ്നേഹമാണ് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മരണപ്പെട്ടു പോയാൽ നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന ഒരു തുലാസ് നമ്മുടെ മുന്നിൽ ഉണ്ടാകും, സംശയമില്ലല്ലോ. ആ തുലാസിന്റെ പേര് മീസാൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാം നന്മകളും അല്ലാഹു എടുത്തു ഒരു തുലാസിന്റെ തട്ടിൽ വെക്കുകയാ. എന്നിട്ട് അവന് ജീവിതത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളെല്ലാം ഒരു തട്ടിലും വെക്കുമ്പോ, സഹോദരങ്ങളെ, നന്മയുടെ തുലാസിന് ഭാരം തൂങ്ങിയാലാണ് അവന് വിജയിക്കുക. നന്മയുടെ തട്ട് താഴണം. നമ്മൾ കരുതുന്നത് എന്താ, എപ്പോഴും നമ്മൾ പൊങ്ങിയിരുന്നാലേ വിജയിക്കൂ എന്ന അല്ല. ചില ഘട്ടങ്ങളിൽ നമ്മളങ്ങ് താഴ്ന്നാലാ വിജയിക്കുക. അതെപ്പോഴാ? മീസാൻ എന്ന തുലാസിലും നന്മയുടെ തട്ടങ്ങ് താന്നു പോണം, എങ്കിലേ നമ്മൾ വിജയിക്കൂ. എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന കാലല്ല വിജയിക്കുന്നത്.
നമ്മൾ കരുതാറുണ്ട് മുന്നോട്ട് എപ്പോഴും നമ്മുടെ കാല് നിന്നാലേ നമ്മൾ വിജയിക്കൂ. അല്ല, ചില സമയങ്ങളിൽ കാല് പിന്നോട്ടാകുമ്പോഴാണ് വിജയിക്കുക. അതെപ്പോഴാ? ഈ ഓണത്തിന് ഒരുപാട് വലിച്ചില്ലേ നമ്മൾ വടംവലിയിൽ നമ്മൾ കാല് മുന്നോട്ട് വെച്ചാൽ നമ്മൾ തോക്കൂലേ? നമ്മുടെ കാല് പിന്നോട്ട് വെച്ചാലേ നമുക്ക് വിജയിക്കാൻ കഴിയും. 10,001 രൂപയും ട്രോഫിയും കിട്ടിയില്ലേ കഴിഞ്ഞ ഓണത്തിന്? ഇല്ലേ? ആ വടംവലിയിൽ നമ്മുടെ കാല് പിന്നോട്ട് വെക്കുമ്പോഴാ നമുക്ക് 1ാം മാർക്ക് കിട്ടുക. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ചില സമയങ്ങളിൽ താഴ്ന്നു കൊടുക്കുമ്പോഴാ നമുക്ക് വിജയം ഉണ്ടാവുക. മീസാൻ എന്ന തുലാസ് ആഖിറത്തിൽ അല്ലാഹു നാട്ടപ്പെടുമ്പോൾ പ്രവിശാലമായ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് അർശ് പോലെ, കുർസ് പോലെ, ലൗഹ് പോലെ, കലം പോലെ, സിറാത്ത് പോലെ. മീസാൻ എന്ന് പറയുന്ന പ്രവിശാലമായ മനുഷ്യന് പറയാൻ പറ്റാത്തൊരു പ്രഭാഷകന് പ്രസംഗിച്ച് തീർക്കാൻ പറ്റാത്ത, മനുഷ്യന് എഴുതി തീർക്കാൻ പറ്റാത്ത അത്ഭുതകരമായ സൃഷ്ടിപ്പേ മീസാൻ. ആ മീസാൻ എന്ന തുലാസിന്റെ ഒരു തട്ടിൽ അവന്റെ സുഹൃതങ്ങൾ എടുത്തു വെക്കുമ്പോൾ അതിന് ഭാരം പോരാ, ദുഷ്കർമ്മങ്ങളാണ് താന്നിരിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, മാ മിൻ ശൈഇൻ അസ്ഖലു ബി മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസനി. അവന്റെ സൽകർമ്മമാകും, അവന്റെ സൽ സ്വഭാവമാകുന്ന, അവന്റെ അല്ലാഹു കൊടുത്ത പ്രത്യേകമായ സ്വഭാവത്തിന്റെ മേന്മ, ഏറ്റവും നല്ല മെച്ചമായ സ്വഭാവം എടുത്ത തുലാസിന്റെ മുകളിലേക്ക് അങ്ങ് വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ നന്മയുടെ തട്ടങ്ങ് താണ് പോവുകയാ, അതുവഴി അവന് വിജയിക്കുകയാ. وأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ നന്മയുടെ തുലാസിന് ഭാരം തൂങ്ങണം. ആ ഭാരം തൂങ്ങാൻ ഭൂമി ലോകത്ത് അല്ലാഹു നമ്മുടെ മുന്നിൽ വെച്ച ഒരേ ഒരു കാര്യം അല്ല, പലതിൽ ചിലത് ഏതെന്നറിയോ? അതിൽ ഒന്നാണ് പ്രിയപ്പെട്ടവരെ, ഖുലുഖുൻ ഹസനും, നല്ല സ്വഭാവമായിരിക്കണം. എന്നാൽ അമലുകളൊന്ന് കുറഞ്ഞു പോയെന്നിരിക്കട്ടെ, തിന്മയുടെ തുലാസിൽ കുറെ തിന്മകൾ വന്നെന്നിരിക്കട്ടെ. മനുഷ്യനാണല്ലോ കുല്ലു ബനി ആദമ ഖത്താ. ആളുകൾ മിക്കതും അല്ലാഹുവിന്റെ അടിമകൾ, ബനു ആദം അഥവാ ആദമിന്റെ മക്കളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ. എന്ന് പറഞ്ഞാൽ വെറും തെറ്റല്ല, ഖത്താ എന്ന് പറഞ്ഞാൽ ഫഅല് വസ്നാണ്, വല്ലാതെ ചെയ്യുന്നവരെന്ന. അതുകൊണ്ട് കുല്ലു ബനി ആദമ ഖത്താ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആദമിന്റെ മക്കൾ വല്ലാതെ തെറ്റ് ചെയ്യുന്നവരാ. എന്നാൽ ആ തെറ്റ് ചെയ്തു പോയുന്ന ഓരോരുത്തരുടെയും തുലാസിലെ തിന്മയുടെ തട്ട് ഭാരം തൂങ്ങി അവന് അല്ലാഹുവിന്റെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഘട്ടം വരുമ്പോ അവന്റെ നന്മയുടെ തുലാസിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭാരം തൂക്കാൻ വെക്കുന്നത് എന്തെന്നറിയോ? നിന്റെ ഹജ്ജല്ല, നിന്റെ ഉംറയല്ല, നിന്റെ നിസ്കാരമല്ല, നിന്റെ മറ്റുള്ള അമലുകളൊന്നുമല്ല. പിന്നെ ഏതാ? നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ച സൽ സ്വഭാവമുണ്ടല്ലോ, ഒരു സഹോദരന്റെ കൈ പിടിച്ചിട്ട് നീ കൊടുത്ത ഷേക്ക് ഹാൻഡ് ഉണ്ടല്ലോ, ഒരു മുസാഫഹത്തുണ്ടല്ലോ, സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ടവനെ വാരി പുണർന്ന മുആനക്കയുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും പുഞ്ചിരിക്കുന്ന വദനത്തോടെ അവനെ സമീപിച്ച രീതിയുണ്ടല്ലോ. ആ ഖുലുഖുൻ ഹസൻ കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ രക്ഷപ്പെടാൻ, ആ പരലോകത്ത് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് ഇന്നേ വരെ തമാശയ്ക്ക് പോലെ കളവ് പറയാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈമാൻ സലാമത്തായി, അള്ളാന്റെ ഇഷ്ടം കിട്ടി, മീസാന്റെ അളവും കഴിഞ്ഞു, തൂക്കവും കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? സ്വർഗത്തിൽ പോകണം. ഇനി സ്വർഗത്തിൽ പോകണം. ആ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തു വേണം? ഒരു കൊട്ട നോമ്പ്, ഒരു വലിയ ലോറി നിറച്ച് സക്കാത്ത്, ഒരു വലിയ കണ്ടെയ്നർ നിറച്ച് നിസ്കാരം, ഇതൊക്കെ കൊണ്ടങ്ങ് രക്ഷപ്പെടുമെന്നാണോ? അങ്ങനെ രക്ഷപ്പെടൂലെന്നാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആമുഖം പറഞ്ഞത്. അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അവന് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ സ്വർഗത്തിൽ, അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തിൽ അവന് കടക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അക്സറു മാ യുദ്ഖിലുൽ ജന്നത ബിതഖ്വല്ലാഹി വഹുസ്നുൽ ഖുൽഖ്. തഖ്വ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് സൽ സ്വഭാവമാണ്. സ്വർഗത്തിൽ അങ്ങ് കടക്കാന്ന് മാത്രമല്ല, നമുക്ക് സ്വർഗത്തിലും കയറിയാ മതിയോ? പറ്റൂല. അങ്ങനെയല്ല.
സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നമ്മൾ? അതിനാണോ നമ്മൾ ജീവിക്കേണ്ടത്? ആ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചെറിയ ഇരിപ്പിടം കിട്ടാൻ മാത്രമാണോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്? അല്ല, അത് നമുക്ക് നേടാൻ പറ്റുമല്ലോ എന്നുള്ളത് മറ്റൊരു കാര്യം. നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. അത് അഅ്ലൽ ജന്നയാണ്, ഏറ്റവും മുകളിലത്തെ സ്വർഗമാണ്. സ്വർഗത്തിനും 100 തട്ടുണ്ടെന്നാണ്, 100 മർത്തബ, 100 പദവി. ആ 100ാമത്തെ പദവി ജന്നാത്തുൽ ഫിർദൗസ് ആണ്. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിന്റെ തൊട്ടുമുകളിലാണ് പടച്ചവന്റെ അർശുള്ളത്. വമിൻഹാ തഫജ്ജറ അൻഹാറുൽ ജന്ന, ആ ഫിർദൗസിൽ നിന്നാണ് മറ്റ് സ്വർഗത്തിലേക്കുള്ള ജലസേചന പദ്ധതികൾ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. സ്വർഗം മറ്റ് സ്വർഗത്തിലേക്കുള്ള മുഴുവൻ വാട്ടർ സപ്ലൈയും അള്ളാഹു കൊടുക്കുന്ന ഫിർദൗസിൽ നിന്നാ. ആ ഫിർദൗസ് മാത്രമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ചോദിക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങേ അറ്റം കിട്ടിയാ പോരാ, ഏറ്റവും മുകളിൽ തന്നെ വേണം. അല്ലാതെ സ്വർഗം കിട്ടി അല്ലാഹ് എവിടെയെങ്കിലും ഒന്ന് കയറി അപ്പുറത്ത് കടന്ന് എങ്ങനെയും ഓടി അപ്പുറത്തെത്തി, ഏതാ നമ്മൾ ഏതെങ്കിലും സമ്മേളനത്തിന് പോകണാണോ ഒരു ചെറിയ പേപ്പർ കിട്ടിയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കാൻ? നമ്മൾ ഈ കഷ്ടപ്പെടുന്ന സഹാബത്ത് പറഞ്ഞെന്താ? നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ഹബീബിനോട് പറയുന്നു, ഞാൻ മരിച്ചുപോയി, നിങ്ങളും മരിച്ചുപോയാൽ ഞാൻ നരകത്തിലാണെങ്കിൽ അബദൻ ഒരിക്കലും നിങ്ങളെ കാണാൻ പറ്റൂലല്ലോ. ഇനി ഞാൻ സ്വർഗത്തിലാണെങ്കിൽ തന്നെ അങ്ങ് റഫീഖുൽ അലൈല, ഞാനിങ് അടിത്തട്ടിലാകുമല്ലോ റസൂലേ, എനിക്കങ്ങയെ കാണാതിരിക്കാൻ നിവർത്തിയില്ല. ഇവിടെ ഏത് യാത്ര കഴിഞ്ഞാലും ഓടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് കാണാറുണ്ടല്ലോ. പക്ഷെ സ്വർഗത്തിൽ പോയാൽ ഇനി ഞാൻ സ്വർഗത്തിൽ ആണെങ്കിൽ പോലും ഇങ്ങ് താഴെ തട്ടിലാകുമല്ലോ, അങ്ങ് റഫീഖുൽ അലൈലല്ലേ. അതാണ് പ്രിയപ്പെട്ടവരെ അഅ്ലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടാണ്, 100ാമത്തെ പദവിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ ഫിർദൗസെങ്കിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്നറിയോ? അനസഈ, ഞാനിതാ ജാമ്യം നിൽക്കുകയാണ്, ഞാൻ എഗ്രിമെന്റ് ചെയ്യുകയാണ്. അഷ്റഫുൽ ഖൽഖ് എഗ്രിമെന്റ് ചെയ്താൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ കള്ളന്മാർ എഗ്രിമെന്റ് ചെയ്യും പോലെയല്ല, അള്ളാന്റെ റസൂൽ എഗ്രിമെന്റ് ചെയ്യുകയാ. അവന് അള്ളാന്റെ ഹബീബ് പറയുകയാണ്, അനസഈമും, ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ ജാമ്യം നിൽക്കുകയാണ്, ഞാൻ എഗ്രിമെന്റ് ചെയ്യുകയാണ്. ബിബൈതിൻ ഫീ അഅ്ലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലത്തെ സ്വർഗം ഞാൻ ഒരാൾക്ക് കൊടുക്കാമെന്ന്. എന്ന് പറഞ്ഞാൽ സ്വർഗമെന്ന് പറഞ്ഞാൽ വീടെന്നല്ലോ അർത്ഥം. സ്വർഗമെന്ന് പറഞ്ഞാൽ തോട്ടമെന്നാണ്, ഒരു വലിയ തോട്ടമാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ. അതിൽ വീട് വേറെയാ വെക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത്, അനസഈമുൻ, ഞാനിതാ ജാമ്യം നിൽക്കുകയാണ്, ഞാനിതാ ഉറപ്പ് തരികയാണ്, എഗ്രിമെന്റ് ചെയ്യുകയാണ്. ബിബൈതിൻ ഫീ അഅ്ലൽ ജന്ന, സ്വർഗത്തിന്റെ അഅ്ലാ മർത്തബയിൽ ഏറ്റവും മുകളിലത്തെ പദവിയിൽ, സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ ഞാനൊരു വീട് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാ. ആർക്കും അറിയോ? ലിമൻ ഹസ്സന ഖുലുഖഹു, സൽസ്വഭാവിയായ മനുഷ്യനെ ഞാൻ കൊടുത്തോളാ സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലത്തിൽ ഒരു വീട് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സ്വർഗത്തിൽ പോയാൽ മാത്രം പോരാ, സ്വർഗത്തിൽ കിട്ടുന്നെങ്കിൽ അങ്ങ് അറ്റം തന്നെ വേണം നമുക്ക്. അല്ലാതെ ഒരു നമുക്ക് യാതൊരു നിവൃത്തിയില്ല, അല്ലാതെ നമുക്ക് അത് തന്നെ വാങ്ങണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിനെന്താ നമുക്ക് ഇത്ര പ്രയാസം? നമ്മൾ സ്വഭാവം ഒന്ന് നന്നാക്കുക, അത്രേ ഉള്ളൂ. അത് എളുപ്പമാണ് എന്നാരും കരുതണ്ട. വിശുദ്ധ ഖുർആൻ പറഞ്ഞ 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാൻ കഴിയും. അത് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ദുആ ചെയ്യുന്നതിന് മുമ്പ് അത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം പെണ്ണിനെ കെട്ടിക്കാൻ 5 പവനും കൂടെ വാങ്ങി കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നടക്കുവോ ഇല്ലേ അത് അള്ളാന്റെ കയ്യിലാണ്, അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. കുറഞ്ഞ ആളുകളിലൂടെ ഒരുപാട് സ്വർണം തന്ന്, ലക്ഷക്കണക്കിന് രൂപ തന്ന്, വളരെ വളരെ അത്ഭുതം, അങ്ങനെയുള്ള ഒരു വേദിയാണ് നമ്മുടെ ഈ വേദി. അള്ളാഹു വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലെത്താൻ അങ്ങനെ നമുക്ക് സൽസ്വഭാവം കൊണ്ട് ഭാഗ്യം കിട്ടി. ഇനി ഞാൻ പറയാ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികളൊക്കെ അള്ളാന്റെ ഹബീബിനെ പറ്റി പറയുന്നത് കാലിൽ നീര് വരത്തക്ക വണ്ണം നിസ്കരിച്ചു എന്നാണ്.
കാലില് നീര് വരുന്ന രീതിയിൽ നിസ്കരിച്ചു. നമ്മുടെ കാലില് നീര് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ കാലില് ദീർഘമായ യാത്ര ചെയ്യാലല്ലേ നമ്മുടെ കാലില് നീര് വരുള്ളൂ. ആരെങ്കിലും നീണ്ട നിസ്കാരം നിർവഹിച്ചതിന്റെ പേരിൽ കാലില് നീര് വന്നവരുണ്ടോ? ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പല മഹാന്മാരുടെയും കഥയെടുത്ത് പരിശോധിച്ചാൽ രാത്രി കാലങ്ങളിൽ ഉറക്കമുളച്ചുള്ള ഇബാദത്തിന്റെ പേരിൽ കാലില് നീര് വന്ന ഒരുപാട് പേരെ എന്റെ ഈ കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നീര് വരത്തക്ക നിലയിൽ അള്ളാന്റെ ഹബീബ് നിന്ന് നിസ്കരിച്ചു. നമുക്ക് കഴിയോ? നമ്മൾ എന്ത് നിസ്കാരക്കാരാ? പല കാറ്റഗറിയാ നിസ്കാരത്തിൽ തന്നെ. 5 നേരം കൃത്യമായി പള്ളിയിൽ പോകുന്ന ഒരു വിഭാഗമുണ്ട്. 5 നേരം പള്ളിയിൽ കൃത്യമായി പോകുന്ന ഒരു വിഭാഗം. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇനി ഇച്ചിരി ക്വാളിറ്റി മർത്തബ കൂടിയ ആൾക്കാരുണ്ട്. അവര് 2 വഖത്തിനെ പോകും, മഗ്രിബും ഇശായും. സുബഹി ളുഹറും ഇല്ല, അസറും ഇല്ല, മഗ്രിബും ഇശായും ഉറപ്പാണ്. കാരണം ഈ മഗ്രിബ് ഇശായിനിടയിലാണ് 1 മണിക്കൂർ 20 മിനിറ്റും കിട്ടുന്നത്. നന്നായിട്ട് ഫസാദ് പറയാൻ പറ്റിയ സമയമാണ്. ബാക്കി ഏത് വഖത്ത് കഴിഞ്ഞാലും തിരിച്ച് വീട്ടിൽ പോകണം. രാവിലെ സുബഹി കഴിഞ്ഞാൽ വീട്ടിൽ പോകണം, ചായ കുടിക്കണം. ഉച്ചയ്ക്ക് ലോറ് കരിച്ചാൽ വീട്ടിൽ പോകണം, ചാപ്പാടിക്കണം. അസർ കഴിഞ്ഞ് വീട്ടിൽ പോകണം, ചായ കുടിക്കണം. മഗ്രിബ് കഴിഞ്ഞാൽ 1 മണിക്കൂർ 20 മിനിറ്റ് സമയമുണ്ട്. പുറം പള്ളി വിശാലമാണ്, കിണറിന്റെ തിണ്ണ വിശാലമാണ്, ഹൗലിന്റെ ഇരിപ്പിടം വിശാലമാണ്. അപ്പോഴാണ് സൗകര്യം. ഇശ കഴിഞ്ഞാൽ പിന്നെ പൊതുവെ വീട്ടിൽ പോകുമല്ലോ. മഗ്രിബ് ഇശായിനും പള്ളിയിൽ വരുന്ന ചില ആളുകൾ, ഇനി അല്പം കൂടെ ദറജ കൂടിയ ആളുകളുണ്ട്. അവര് ഇല്ലൽ ജുമുഅ, ആകെ വരുന്നത് വെള്ളിയാഴ്ച. ഇനി ഇതിനേക്കാളും വലിയ ആഴലാമർത്തപേരുള്ള ചില മഹാന്മാരുണ്ട്. അവര് കൊല്ലത്തിൽ 2 തവണ വരുള്ളൂ, ബലി പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും. പിന്നെ ഇടയ്ക്ക് വരും പള്ളിയിൽ മുഫത്തിഷ് വരുന്നത് പോലെ. അതെപ്പോഴെന്നറിയോ? ആരെങ്കിലും ഒന്ന് മരിക്കണം, അതും വേണ്ടപ്പെട്ടവർ മരിച്ചാൽ അയാൾ വരും, പള്ളിയിൽ കയറും, തിരിച്ചു പോകും. നമ്മളെ കൊണ്ട് കഴിയോ സഹോദരങ്ങളെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കാൻ? അങ്ങനെ നമുക്ക് സാധിക്കുവോ? സാധിക്കില്ല. എല്ലാ ദിവസവും നോമ്പുപിടിക്കുന്നവർക്ക് നോമ്പുപിടിക്കാൻ കഴിയോ? അത് പിടിക്കാൻ അനുവാദം ഉണ്ടോ ഇല്ലെന്നുള്ള മറ്റൊരു വിഷയം. ഏത് കാര്യത്തിനും മറ്റൊരു വിഷയമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോ ഈ കഴിഞ്ഞ ഏതാനും റമളാന് മുമ്പ് ഒരു വലിയൊരു മഹാനെ കണ്ടു. ഞാൻ അറിയുന്ന ഒരാളാ. അദ്ദേഹം റജബ് 30 നോമ്പും പിടിക്കും, ഷഅബാൻ 30 നോമ്പും, റമളാൻ 30 നോമ്പും. പിറ കാണുന്ന അനുസരിച്ച് ചിലപ്പോൾ 29 ആയിരിക്കും. ഞാൻ പറഞ്ഞത് റജബ് ഫുള്ള്, ഷഅബാൻ ഫുൾ നോമ്പ്, റമളാനും നോമ്പ് ഫുള്ള്, ശവ്വാലിന്റെ 6 നോമ്പ്, 96 നോമ്പ് പിടിച്ചിട്ടേ അയാൾ നോമ്പ് നിർത്തുള്ളൂ. പിന്നെ നോമ്പ് പിടിക്കുന്നപ്പോഴാണെന്നറിയോ? തിങ്കളും വ്യാഴവും, അയ്യാമുൽ ബീള്, അതുപോലെ തന്നെ സുന്നത്തായ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പിടിക്കുന്നത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 9 വരെ, അറഫ നോമ്പ് വരെ. 10 ഹറാമാണല്ലോ പെരുന്നാളിന്. പിന്നെ മുഹറം 1 മുതൽ 10 വരെ. അപ്പൊ എത്ര നോമ്പായി? ഇങ്ങനെ നോമ്പ് പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റുമായിരിക്കും, എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് ഈ ചില സമയങ്ങളിൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ആകെ ഒരു വല്ലാത്ത നെഞ്ചരിപ്പും ബഹളമൊക്കെയാ. സഹോദരങ്ങളെ, നോമ്പ് പിടിക്കാനും നിസ്കരിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടൂല. എന്നാൽ ആദരവായ പ്രവാചകന് പറയുകയാണ്, സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നർ റജുല ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി, ഒരു മനുഷ്യന്റെ സൽ സ്വഭാവം കൊണ്ട് അവനെ എത്തിക്കുന്നത് എന്തെന്നറിയോ? ദറജാതി ഖായിമിൽ ലൈലി വസായിമിൻ നഹാർ, പകല് മുഴുവൻ നോമ്പ് പിടിക്കുന്ന, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമുണ്ടല്ലോ, ആ പ്രതിഫലം കിട്ടുന്നത് ആർക്കെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവൻ ആരാ? ഇന്നർ റജുല ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി, അവന്റെ സ്വഭാവത്തിന്റെ മേന്മ കൊണ്ട്, അവന്റെ സൽ സ്വഭാവം കൊണ്ട് അതെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന് ആരംഭപ്പൂവേ, മദീനയുടെ രാജാവേ, മക്കയുടെ ജേതാവേ, ഖൽബിന്റെ രാജാവേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗ്ഗത്തിൽ പോകാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രം പോരാ, അഅ്ലാ മർത്തബയിലും എത്തിയാൽ പോരാ.
നമുക്ക് ആരെടുത്തിരിക്കാനാ മോഹം? ഇന്ന് വരെ നമുക്ക് ഭാഗ്യം കിട്ടാത്ത ഒരവസ്ഥയുണ്ടല്ലോ. റസൂലുള്ളാഹിയെ കാണാൻ, കണ്ടവരെ കാണാൻ, കണ്ട കണ്ണിനെ കാണാൻ, കണ്ട കണ്ണിനെ കണ്ടവരെ കാണാൻ, കണ്ടവരെ കാണാനുമുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നവരാ പ്രിയപ്പെട്ടവരെ. ഒരു സഹസ്രാബ്ദവും 4 നൂറ്റാണ്ട് 9 പതിറ്റാണ്ടുകൾക്ക് ശേഷം വന്നവരല്ലേ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കാണാനും അടുത്തിരിക്കാനും നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? മഹാനായ നബി തങ്ങൾ പറയുകയാണ്, മിൻ അഹബ്ബികും ഇലയ്യ, ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയമുള്ളത് ആരോടെന്നറിയോ? വഅഖറബികും മിന്നീ, എന്റെ അടുക്കലേക്ക് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്നത് ആരെന്നറിയോ? റിസാലത്തിന്റെ ശരീരത്തോട് ചേർന്നിരിക്കാ, കസ്തൂരിയേക്കാൾ വാസനയുള്ള സ്ഥിര ശരീരത്തിലേക്കൊന്ന് അണഞ്ഞിരിക്കാ, അവിടത്തെ ചൂലേറ്റ കൈവെള്ളയിൽ പിടിച്ചുകൊണ്ടും നിന്നിരിക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാഗ്യം അല്ലാഹു കൊടുക്കുന്നത് ആർക്കെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ ഭാഗ്യം മറ്റാർക്കുമല്ല. അഹ്സനുകും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർക്ക്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാരാണോ അവർ നാളെ സ്വർഗത്തിൽ എന്റെ അഖറബാണ്. അഖറബ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ഇസ്മു തഫ്ലീലാണ്, വെറും ഖുർബല്ല. കരീബുൽ അഖറബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുപ്പമുള്ളവനാണ്, ഏറ്റവും അടുപ്പമുള്ളവനാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരടുപ്പം വരാനില്ല. ആ ഒരു അടുപ്പം നമുക്ക് അടുക്കാൻ കഴിയണ്ടേ മുസ്ലിമേ? പെങ്ങളെ, മുത്തു റസൂലുമായിട്ടൊന്ന് ചേർന്നിരിക്കാനും അടുത്തിരിക്കാനും നമുക്ക് ഭാഗ്യം വേണ്ടേ? അതിനെന്താ വേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അഹ്സനുകും അഖ്ലാഖാ, ഏറ്റവും നല്ല സ്വഭാവം. ഇനി ഞാൻ ഇതിന്റെ ഫളായിൽ അങ്ങ് നിർത്താൻ പോവാ. കാരണം എന്താണെന്നറിയോ? സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്ത് വേണം അത് പറയണമല്ലോ. ഈ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടിരുന്നാൽ അത്രയും കേട്ടിട്ട് പോകാന്നതിനപ്പുറത്ത് നമുക്ക് അമല് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? അമല് ചെയ്യാൻ വേണം. അതുകൊണ്ട് നമുക്കൊരു മാതൃകയുണ്ട്. സ്വഭാവത്തിന്, സൽസ്വഭാവത്തിന് നമുക്കൊരു മാതൃകയുണ്ട്. ആരാ? ആരംഭപൂവായ നബി തന്നെയാണ്, അള്ളാന്റെ റസൂൽ തന്നെയാണ് നമ്മുടെ മാതൃക. ആ മാതൃക കൃത്യമായി ഇന്ന് മുതൽ നമുക്ക് അനുധാവനം ചെയ്യാൻ കഴിയണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാൻ, സഹോദരങ്ങളോട് പറയാൻ, 3 സ്വഭാവമുണ്ട്. 3 സ്വഭാവമുണ്ട്. ഏതാ 3 സ്വഭാവം എന്നറിയോ? നമുക്ക് ഏത് സ്വഭാവത്തിൽ ഉൾപ്പെടണം എന്നൊരു തീരുമാനം എടുത്തോളി. ഈ പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. നേരത്തെ നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ ഈ 1 മണിക്കൂർ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മഹത്വം കേട്ടോണ്ടിരുന്നു. ഇനി മഹത്വമല്ല, നമുക്കൊരു റോൾ മോഡൽ ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ചിരിക്കേണ്ടത്, എങ്ങനെയാണ് കരയേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് നാം രാജ്യം ഭരിക്കേണ്ടത്, ചൂല് പിടിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ച പ്രവാചകം തന്നെ ചെങ്കോൽ എങ്ങനെ പിടിക്കണമെന്നും രണാങ്കണത്തിൽ വാളെങ്ങനെ പിടിക്കണമെന്നും പഠിപ്പിച്ചു. ബാത്റൂമിൽ ഏത് വശം ചരിഞ്ഞിരിക്കണമെന്ന് പഠിപ്പിച്ച അതേ പ്രവാചകം തന്നെ അധികാര കസേരയിൽ എങ്ങനെ ഇരിക്കണമെന്നും നമസ്കാരത്തിൽ എങ്ങനെ ഇരിക്കണമെന്നും പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂൽ തൊടാത്ത ഒരു മേഖലകളുമില്ല. കാരണം അള്ളാഹുവിന്റെ ഹബീബ് നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ടത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് സ്വഭാവത്തിൽ നമ്മുടെ മാതൃക, റോൾ മോഡൽ ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ സ്വഭാവം എത്ര ഉണ്ടെന്നറിയാമോ? 3 സൈസ് സ്വഭാവമുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ 3 സ്വഭാവത്തിൽ ഉള്ള ആളുകളും ഈ സദസ്സിൽ ഒരു പക്ഷെ ഉണ്ടായേക്കാം. ശ്രദ്ധിച്ചു കേട്ടോളി. ഒന്നാമത്തെ സ്വഭാവം അൽ ഖുലുഖുൽ ഹസൻ. ഖുലുഖുൻ ഹസൻ എന്ന് പറയും. ആ സ്വഭാവത്തിന്റെ മലയാള ഭാഷ മെച്ചപ്പെട്ട സ്വഭാവം എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവും. ഫൈദുൽ ഇലാഹിയ മസ്ജിദിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏവരോ ഒരു അടി അടിച്ചു തന്നു. നമ്മുടെ കവോലത്തിൽ നമ്മുടെ മുഖത്തിട്ട് ഒരൊറ്റ അടി അടിച്ചു. നമ്മൾ അതേ കനത്തിന്, അതേ തൂക്കത്തിന്, അതേ അളവിന് ഒരെണ്ണം തിരിച്ച് ബിസ്മിൻ ചൊല്ലി അങ്ങ് കൊടുത്തു. ആരെങ്കിലും പറയോ നമ്മൾ മോശപ്പെട്ടവനാന്ന്? ഇല്ല. ഈ സ്വഭാവത്തിന്റെ ഉദാഹരണം ഇതാണ്. ഖുലുഖുൻ ഹസൻ, മെച്ചപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ അടിക്ക് അടി തന്നെ, അടിക്ക് അടി തന്നെ. ഈ സ്വഭാവം ഏത് കാലം മുതലാ ഉണ്ടായതെന്നറിയോ?
ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം വരെ ഇത് മികച്ചു നിന്നിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു, യാ ഖലീലി ഹസ്സിൻ ഖുലുഖക, അങ്ങയുടെ സ്വഭാവത്തെ മെച്ചമാക്കണം എന്ന് പറഞ്ഞാൽ മൂസാ നബിയിൽ സമ്പൂർണമായി അവസാനിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സൂറത്തു മാഇദയിലെ ഒരു ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സൂറത്തു മാഇദയിൽ അല്ലാഹു പറയുന്നുണ്ട്, വകതബ്നാ അലൈഹിം ഫീഹാ അന്നൻ നഫ്സ ബിൻ-നഫ്സി വൽ-ഐന ബിൽ-ഐനി വൽ-അൻഫ ബിൽ-അൻഫി വൽ-ഉദ്ന ബിൽ-ഉദ്ന വസ്സിന്ന ബിസ്സിന്നി വൽ-ജുറൂഹ ഖിസാസ്. അല്ലാഹു പറയുകയാണ്, വകതബ്നാ, നാം രേഖപ്പെടുത്തിയിരിക്കുകയാ, നാം എഴുതി പഠിപ്പിച്ചിരിക്കുകയാണ്, അലൈഹിം, യഹൂദികളുടെ മേൽ, ഫീഹാ, തൗറാത്തില്. എന്താ എഴുതിയതെന്നറിയോ? അന്നൻ നഫ്സ ബിൻ-നഫ്സി, കൊലക്ക് കൊല, അന്നൻ നഫ്സ ബിൻ-നഫ്സി, കൊലക്ക് കൊല, വൽ-ഐന ബിൽ-ഐനി, കണ്ണടിച്ചു പൊട്ടിച്ചാൽ തിരിച്ചു കണ്ണ്, വൽ-അൻഫ ബിൽ-അൻഫ്, മൂക്കിന് മൂക്ക്, വൽ-ഉദ്ന ബിൽ-ഉദ്നി, ചെവിക്ക് ചെവിയാണ്, വസ്സിന്ന ബിസ്സിന്നി, പല്ലിന് പല്ല്, പല്ലിന് പല്ല്, ഇനിയോ വൽ-ജുറൂഹ ഖിസാസ്, അവയവങ്ങളൊന്നും പോയില്ല, പിന്നെയോ ചില മുറിവുകൾ, കീറലുകൾ മാത്രം. വൽ-ജുറൂഹ, ചില കീറലുകൾക്ക് ഖിസാസുന് പ്രതിക്രിയ. എന്താ മനസ്സിലായ? കണ്ണിന് കണ്ണ് കൃത്യമായി, മൂക്കിന് മൂക്ക്. ഇതിന്റെ പേര് ഖുലുഖുൻ ഹസൻ എന്നാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ കാലം മുതൽ മൂസാ നബിയുടെ കാലം വരെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഖബർ പോലെ സുഖം വരൂല കേൾക്കാൻ. ശ്രദ്ധിച്ച് കേട്ടോ സഹോദരങ്ങളെ. രണ്ടാമത്തെ സ്വഭാവത്തിന്റെ പേരേതെന്നറിയോ? അൽ ഖുലുഖുൽ കരീം, മാന്യമായ സ്വഭാവം എന്നാണ്. മെച്ചപ്പെട്ട സ്വഭാവമല്ല, മാന്യമായ സ്വഭാവം, ഖുലുഖുൻ കരീം. ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് അടിച്ചു, നമ്മൾ തിരിച്ച് മാപ്പ് കൊടുത്തു, തിരിച്ചടിച്ചില്ല, അതാണ് ഖുലുഖുൻ കരീം. ഇതാരുടെ സ്വഭാവത്തിലായിരുന്നെന്നറിയോ? സംസ്കാരത്തിലായിരുന്നെന്നറിയോ? മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ ജനതയിലുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് ഭൂജാതരാകുന്നത് വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ അവിടെന്ന് പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? ഈ ഖുലുഖുൻ കരീമിന്റെ പൂർത്തീകരണത്തിനാ ഞാൻ വന്നത്. ഖുലുഖുൻ കരീമിന്റെ പൂർത്തീകരണത്തിനാ ഞാൻ വന്നത്. ഇന്നമാ ബുഇസ്തു, ഞാൻ നിയോഗിക്കപ്പെട്ടത്, ലിഉതിമ്മ മകാരിമൽ അഖ്ലാഖ്, ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഈ സമ്പൂർണമായ ഈ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാ. സഹോദരങ്ങളെ, മകാരിമുൽ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ ഖുലുഖുൻ കരീം എന്നാണ്. അതിന്റെ പൂർത്തീകരണം അല്ലാഹുവിന്റെ റസൂലിൽ വെച്ചങ്ങ് അവസാനിച്ചിരിക്കുക. അടിച്ച മാപ്പ് കൊടുക്കണം. നബി തങ്ങളുടെ സ്വഭാവം അതല്ല. അപ്പൊ നബി തങ്ങളുടെ സ്വഭാവം ഏതാണ്? ഖുലുഖുൻ ഹസൻ എന്ന മെച്ചപ്പെട്ട സ്വഭാവം, അടിക്ക് തിരിച്ചടി അല്ല റസൂലുള്ളാഹിന്റെ സ്വഭാവം. അത് ഇബ്രാഹിം നബി മുതൽ മൂസാ നബി വരെയുള്ള ആളുകൾക്കാ. രണ്ടാമത്തെ സ്വഭാവം ഖുലുഖുൻ ഹസനാണ്. ആ ഖുലുഖുൻ കരീമാണ്, മാന്യമായ സ്വഭാവം. ഒരാൾ അടിച്ചു, തിരിച്ചടിച്ചില്ല, മാപ്പ് കൊടുത്തു. ഇത് ഈസാ നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖിൽ അത് പൂർത്തീകരിക്കപ്പെട്ടു. അവിടെയും റസൂലുള്ളാഹിന്റെ സ്വഭാവം വരുന്നില്ല. ഹബീബായ നബി തങ്ങളുടെ സ്വഭാവം ഏതാണ്? അത് മൂന്നാമത്തെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഏതാണ്? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം എന്തെന്നറിയോ? ഖുലുഖുൻ അളീം, മഹത്തായ സ്വഭാവം എന്ന് പറഞ്ഞാൽ മെച്ചമായ സ്വഭാവം, അടിക്ക് തിരിച്ചടി. മാന്യമായ സ്വഭാവം, അടിക്ക് മാപ്പ് കൊടുക്കുക. അപ്പൊ മഹത്തായ സ്വഭാവമാണെങ്കിലോ അടിക്ക് തിരിച്ചടിയില്ല, മാപ്പ് കൊടുക്കൽ മാത്രമല്ല, അങ്ങോട്ട് ഉപകാരം കൂടെ ചെയ്തു കൊടുക്കും. അതാണ് മുഹമ്മദ് മുസ്തഫ. അതാണ് മഹത്തായ സ്വഭാവം, ഖുലുഖുൻ അളീം. ഒരു ഉദാഹരണം പറയാം. കഅബാലയത്തോട് വിട പറയുന്ന നിമിഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സഹോദരങ്ങളെ, കഅബാലയത്തോട് വിട പറയുകയാണല്ലോ ഹിജ്റയുടെ സമയത്ത്.
തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പിതാവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും മുമ്പ് തന്നെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അനാഥനായി പിറന്നു വീണു, യതീമായി പിറന്നു വീണു. 6-ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്തു വരുമ്പോൾ അബവ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരിച്ചു. ഉമ്മയുടെ മടിത്തട്ട് പോലെ എപ്പോഴും വന്ന് കിടക്കുകയും സമാശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതെവിടെയാ? കരിമ്പടം പുറച്ചു നിൽക്കുന്ന കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിന്റെ തണലിലാണ്. അവിടെ കിടക്കുമ്പോഴാണ് ഹിജ്ർ ഇസ്മായിലിന്റെ ചുറ്റളവിൽ കിടക്കുമ്പോഴാണ് കഴുത്തിൽ ഒരു കയറിട്ട് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മിസ്ഫലയിലെ വീട്ടിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഓടി വരികയാ. എന്നിട്ട് റസൂലുള്ളാഹിനെ മർദ്ദിക്കുന്നത് കണ്ടപ്പോ അതഖ്തുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുന്നോ എന്ന് ചോദിച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കയർ വാങ്ങിയിട്ട് തുണി വാങ്ങി ദൂരേക്ക് എറിഞ്ഞിട്ട് റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്തിയത്. അവിടെ ആശ്വാസത്തിന്റെ തെളിനീര് കുടിച്ചത് അവിടെ നിന്നാണ്. സമാധാനം നൽകപ്പെട്ടത് എവിടെയാ? പരിശുദ്ധ ഹറമിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് 1.5 മണിക്കൂർ യാത്ര ചെയ്താലെത്തുന്ന ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന പുണ്യപൂമാന്റെ മുമ്പിലേക്ക് ജിബ്രീൽ വന്നപ്പോ പേടിച്ചു വിറച്ചിട്ട് ഓടി വന്നത് എവിടെയാണ്? കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ഖദീജയുടെ സമക്ഷത്തിലാ. ഏത് സമയത്തും ആശ്വാസത്തിന് വേണ്ടിയിട്ട് നബി തങ്ങൾ വന്നിരുന്നത് ഉമ്മയുടെ മടിത്തട്ട് പോലെ പരിശുദ്ധ ഹറമിന്റെ മുമ്പിലല്ലയോ? ആ ഹറമിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ, വിദേശത്ത് പോകുന്ന പ്രവാസി വീട് വിട്ടിറങ്ങുമ്പോൾ തന്റെ വീട് മുറ്റത്ത് നിന്ന് പൊന്നുമക്കള് വിളിക്കുമ്പോൾ ആ വീട് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ പൊന്നുമക്കളെ തിരിഞ്ഞു നോക്കി പോകുന്നയാളിനെ പോലെ ഹിജ്റ പോകുന്ന സമയത്ത് കഅബാലയത്തെ നോക്കി പോയ റസൂലേ, അവിടുന്ന് അവസാനമായി 2 റക്അത്ത് നമസ്കാരത്തിന് വേണ്ടി അനുവാദം ചോദിക്കുകയാ, പെർമിഷൻ ചോദിക്കുകയാ. ആരോടാണ് പെർമിഷൻ ചോദിച്ചതെന്നറിയോ? അന്ന് കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഷൈബി എന്ന ആളിനോട് ചോദിക്കുകയാ, ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ, എനിക്ക് അനുവാദം തരണമെന്ന് പറയുമ്പോൾ അയാൾ കൊടുത്തില്ലെന്ന് മാത്രമല്ല, റസൂലുള്ള 1, 2, 3 വട്ടം ചോദിക്കുകയാണ്, കൊടുത്തില്ല. അവസാനം റസൂലുള്ള ചോദിച്ചതെന്തെന്നറിയോ? ഉസ്മാൻ ഷൈബിയോട്, ഉസ്മാനേ, ഇന്ന് നീ നിൽക്കുന്ന സ്ഥാനത്ത് ഞാൻ നിൽക്കുന്ന ഒരു കാലം വരും, ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് നീ നിൽക്കുന്ന ഒരു കാലമുണ്ടാകും. അന്ന് ഞാൻ എങ്ങനെയാണ് നിന്നോട് പെരുമാറേണ്ടത്? മുഹമ്മദേ, പുലമ്പല്ല മുഹമ്മദേ, എന്തെങ്കിലും വിളിച്ചു പറയല്ല മുഹമ്മദേ, പൊക്കോ നാട്ടിൽ നിന്നെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുമ്പോൾ ഹിജ്റ പോയ പ്രവാചകനും മക്കമ്പത്തകിനെ തിരിച്ചു വരികയാ. ഒന്നുത്തരവിട്ടാൽ, ഒന്ന് മിണ്ടിയാൽ, ഒന്ന് ആംഗ്യം കാണിച്ചാൽ, ഒന്ന് തള്ളവിരളനക്കിയാൽ, ഒന്ന് അനുവാദം കൊടുത്താൽ, ഒന്ന് മൗനാനുവാദമെങ്കിലും കൊടുത്താൽ അവിടെയുള്ള സത്യനിഷേധികളെ മുഴുവൻ കപ്പിക്കരിച്ചു കളയാൻ ശേഷിയുള്ള നിലയിൽ സഹാബത്തുമായി തിരിച്ചു വരുമ്പോ രക്തരഹിത വിപ്ലവത്തിലൂടെ കഅബാലയത്തെ രക്ഷപ്പെടുത്തിയെടുത്ത് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനും മടങ്ങി വരുന്ന സമയത്ത് ധീരന്മാരായ സഹാബാക്കൾ നിരന്നു നിൽക്കുകയാ. റസൂല് ആരെ കൊല്ലാൻ പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് കബന്ധങ്ങൾ കുന്നുകൂടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഉസ്മാൻ ഷൈബി എവിടെ? ആളുകളുടെ ഇടയിൽ നിന്ന് പേടിച്ച മാൻപേടയെ പോലെ, സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ട ആട്ടിൻകുട്ടിയെ പോലെ ഇലാ ഹളറത്തി റസൂലില്ലാ, ഹബീബായ മുത്തിന്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുകയാ, ലബ്ബൈക മുഹമ്മദ്, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം എന്താണെന്ന് കേൾക്കാൻ, നബി എന്താ പ്രതികരിക്കുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് 1000കണക്കിന് കണ്ണുകളും കാതുകളും റസൂലുള്ളാഹിന്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ സ്കാൻ ചെയ്യപ്പെടുമ്പോ, ഫോക്കസ് ചെയ്യപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹ് പറഞ്ഞതെന്തെന്നറിയോ? ഉസ്മാനെ, കൈയൊന്ന് നീട്ടുമോ? ആ സമയത്ത് ഒരുപാട് സഹാബാക്കളുടെ മനസ്സ് വല്ലാതെ പതറുകയാ. എന്താ ചെയ്യേണ്ടത്? എന്താ റസൂൽ ചെയ്യാൻ പോകുന്നത്? ഇതേ മണ്ണിൽ വെച്ച് കഅബാലയത്തിന്റെ താക്കോല് ചോദിച്ചിട്ട് 2
റക്അത്ത് നമസ്കരിക്കാനുള്ള പെർമിഷൻ നൽകാത്ത ഉസ്മാൻ ശൈബിയുടെ മുന്നിൽ റസൂലുള്ള എന്തായി പറയാൻ പോകുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കാതുകൂർപ്പിക്കുമ്പോ റസൂലുള്ള പറയുന്നു, ഉസ്മാനേ നിന്റെ കൈയൊന്ന് നീട്ടുമോ? കൈ നീട്ടുകയാ. റസൂല് ചോദിച്ചു, ഇന്ന് ഞാൻ എങ്ങനെയാ നിന്നോട് പെരുമാറേണ്ടത്? ആ മനുഷ്യൻ ഉറക്കെ പറഞ്ഞു, അഖുനെ കരീ, അങ്ങ് മാന്യതയോടെ പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാ. എന്ന് പറഞ്ഞാൽ എന്നെ വെറുതെ വിടുമെന്നാ പ്രതീക്ഷിച്ചതല്ലേ? മാന്യതയുള്ള സ്വഭാവം അതല്ലേ? പക്ഷെ അല്ലാഹുവിന്റെ റസൂല് കരീമായ സ്വഭാവമല്ല അവിടെ കാണിച്ചത്. ഹസനായ ഖുലുഖുൻ ഹസൻ എന്ന സ്വഭാവം പോലെയല്ല അവിടെ കാണിച്ചത്. പോടാ മാറി എന്ന് പറഞ്ഞില്ല, അത് ഖുലുഖുൻ ഹസന. മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞില്ല, അത് ഖുലുഖുൻ കരീമ. അല്ലാഹുവിന്റെ റസൂൽ എന്താ ചെയ്തതെന്നറിയോ? ആ താക്കോൽ കൂട്ടങ്ങൾ ഉസ്മാൻ ശൈബിയുടെ കയ്യിലങ്ങേൽപ്പിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ നീ തന്നെ ഇത് സൂക്ഷിച്ചോ. നീ മാത്രമല്ല, ഇലാ യൗമിൽ ഖിയാമ നിന്റെ പരമ്പര തന്നെ സൂക്ഷിക്കട്ടെ താക്കോല്. ഇന്ന് കഅബാലയം വർഷത്തിൽ 2 തവണ കഴുകുമല്ലോ. അത് കഴുകാൻ വേണ്ടിയിട്ട് ഈ ഹറം മേധാവിയായ മന്ത്രിയായ അബ്ദുറഹ്മാൻ സുദൈസ് വരുമ്പോ, സഹോദരങ്ങളെ, സൽമാൻ രാജാവ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും വരുമ്പോ, അവിടുത്തെ മക്ക ഗവർണർ വരുമ്പോൾ, അവിടുത്തെ പ്രതിനിധികൾ വരുമ്പോ, ഇന്ത്യയുടെ അംബാസഡർ പോകുമ്പോ, അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ആര് വന്നാൽ അവർക്ക് കഅബ ശരീഫിന്റെ അകത്ത് കയറണോ? ശൈബി കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖനായ ആള് കഅബയുടെ താക്കോല് തുറന്നു കൊടുത്തേ കയറാൻ പറ്റൂ. അതാരുടെ സഹിഷ്ണുതയാ, അതാരുടെ മഹത്വമാ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അങ്ങ് ഹസനായ സ്വഭാവക്കാരനല്ല, അങ്ങ് കരീമായ സ്വഭാവക്കാരനല്ല, അങ്ങ് മഹത്തായ അളീമായ സ്വഭാവമാണ് മുത്തുനബിയേ. അങ്ങ് നെതർലാൻഡിന്റെ അടച്ചിട്ട റൂമിനകത്തിരുന്ന് വാ തുറന്നാൽ മുഴുവനും വിഷം വിസർജിക്കുന്ന വൃത്തികെട്ട സെബാസ്റ്റ്യൻ പുന്നക്കൽമാർക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം അറിയില്ല. വൃത്തികെട്ട ഇവിടത്തെ എംബോക്കികൾക്ക് റസൂലുള്ളാഹിന്റെ മഹത്വം അറിയില്ല. അത് അറിയണമെങ്കിൽ സൂറത്തുൽ ഖലം എടുത്തിട്ട് പാരായണം ചെയ്യണം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അവരെന്തോ കുത്തി കുറിച്ചോട്ടെ നബിയെ, അവർ എന്തോ എഴുതി വിട്ടോട്ടെ റസൂലേ. അല്ലാഹ് പറയുന്നു, വഇന്നലക ലഅജ്റൻ ഗൈറ മംനൂ. നിങ്ങൾക്ക് നല്ല പ്രതിഫലമുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. അങ്ങ് മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാ. മാം ബിനിഅമതി റബ്ബിക ബിമജ്നൂ. ഒരിക്കലും അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ ഭ്രാന്തനല്ല. ഏറ്റവും വലിയ സ്വഭാവം ഇതല്ലേ നമുക്കുണ്ടാകേണ്ടത്? ഇത് പകർന്നു കൊടുത്തപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നുകർന്നു. എങ്ങനെയാ? രാത്രി വേഷം മാറി നടക്കുക. ചാരായം വാറ്റാൻ പോയതല്ല, കഞ്ചാവിന്റെ ചെടി പറിക്കാൻ പോയതല്ല, വോട്ട് ചോദിക്കാൻ പോയതല്ല. പാതിരാത്രിയുടെ നിശബ്ദതകളിൽ മദീനത്തുൻ നബവിയുടെ മണൽത്തരികളെ കോൽമയിൽ കൊള്ളിച്ചുകൊണ്ട് വൃദ്ധനായ പിയായ അസ്ലമുമായിട്ട് റളിയല്ലാഹു അൻഹുമായിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ വീടാന്തരം കയറി ഇറങ്ങുക. അങ്ങനെ ഒരു വൃദ്ധയായ ഉമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ അടുപ്പിൽ ഒന്നുമില്ല, സ്റ്റോർ റൂമിൽ ഒന്നുമില്ല. ആ പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിച്ചു, കഴിക്കാനൊന്നുമില്ലേ? ഇല്ല. ഈ വന്നത് അമീറുൽ മുഅ്മിനീനാണെന്ന് ഉമർ തങ്ങളാണ് എന്ന് ഉമ്മയ്ക്കറിയില്ല. ഇത് മദീനത്താ. ഉമർ തങ്ങൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഗണപതിയെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഗണപതിക്ക് ആരെ അറിഞ്ഞൂടാന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഗണപതി എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ വിഷയമൊന്നും ഉണ്ടാവണ്ട, പിന്നെ ഇവിടെ ഇരിക്കുന്നവരൊന്നും വിഷയം ഉണ്ടാവില്ല. പിന്നെ വെറുതെ ചാനൽ ഇങ്ങനെ ചാർജ് ചെയ്തിട്ട് വെറുതെ കുത്തിയിരിക്കുന്ന കുറേ കൗമുണ്ട്. നമ്മുടെ കൗമിൽപ്പെട്ടവന്മാരാ. അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വെട്ടിയെടുത്ത് വിമർശനവും ചുമ്മാ ആവശ്യമില്ല. അത് പിന്നെ അവരുടെ ഡ്യൂട്ടിയാണ്. കാരണം നമുക്ക് പ്രസംഗിച്ചാലും കിട്ടുന്നതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ കൂടുതൽ അമലുകളായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ കയറി ചോദിച്ചു, എന്താ കാര്യം? ഈ സ്ത്രീക്ക് ഉമർ തങ്ങളെ അറിഞ്ഞൂടാ. കാരണം എന്താ? ഇന്നത്തെ സ്ത്രീകളെ പോലെ ഇന്ന് സ്ത്രീകൾക്ക് ആരെ അറിയാത്തത്?
ഇന്ന് സ്ത്രീകൾക്ക് ആരെ അറിയാത്ത, ഞാൻ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നൊന്നുമല്ല, ഞാൻ പറയുന്നത് ആ മദീനത്തിന്റെ ഭരണാധികാരിയായ ഖലീഫ ഉമർ തങ്ങളെ ആ വൃദ്ധയ്ക്കറിയില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഒന്നുമില്ല ഇവിടെ. ഉടനെ ബൈത്തുൽ മാലിലേക്ക് തിരിച്ചു വന്നു, ഖജനാവിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ബൈത്തുൽ മാലിൽ ഗോതമ്പും ഈത്തപ്പഴവും അതുപോലെ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തിട്ട് 2-3 സഞ്ചിയിലാക്കിയിട്ട് തോളത്തിടുക. ആ സമയത്ത് PA, പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റിന്റെ PA, ആ PA അസ്ലം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉമർ തങ്ങളെ ഞാൻ ചുമന്നോളാം, നിങ്ങൾ ചുമക്കണ്ട. ആ സമയത്ത് അമീറുൽ മുഅ്മിനീൻ ചോദിക്കുകയാണ്, തഹ്മിലു ഔസാരി യൗമൽ ഖിയാമത്തി യാ അസ്ലം, അസ്ലമേ നാളെ പരലോകത്ത് എന്റെ തിന്മകൾ നീ ചുമക്കുവോ? ഇല്ല. എന്നാ പിന്നെ മിണ്ടാതിരിക്കും, ഞാൻ ചുമന്നോളാം. ചുമന്ന് നേരെ വീട്ടിലേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്. വീടിന്റെ അകത്തളങ്ങളിലേക്ക് കയറിയിട്ട് അടുക്കളയിൽ ചെന്ന് പാകം ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഉമ്മയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഉമ്മ ആസ്വദിച്ച് കഴിക്കുക. അപ്പോഴും അറിയുന്നില്ല ഈ വന്നിരിക്കുന്നത് ആരാന്ന്. ആ സമയത്ത് കഴിച്ചതിന് ശേഷം ഉമർ തങ്ങൾ പോകാൻ എഴുന്നേൽക്കുമ്പോ ആ ഉമ്മ പറഞ്ഞു, മോനെ ഒരു നിമിഷം. എന്താ ഉമ്മ? നീ ആരെന്ന് എനിക്കറിയില്ല. അതിനെന്താ ഉമ്മ? അറിയലല്ലോ ഇവിടത്തെ കാര്യം. പക്ഷെ മോനെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വല്ലാഹി ലഅന്ത ഖൈറും മിൻ ഉമർ ബിനുൽ ഖത്താബ്. പടച്ചവനാണ്, നീ ഉമറിനെക്കാളും കൊള്ളാം. നീ മദീന ഭരിക്കുന്ന ഉമറിനെക്കാൾ കൊള്ളാം. നല്ലവനാണ് മോനെ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? വിശന്ന് ആരും നോക്കാനില്ലാതെ കിടക്കുന്ന കിളവിക്ക് രാത്രി വന്നിട്ട് ആഹാരം വെച്ചിട്ട് വായിൽ വെച്ചു കൊടുത്തപ്പോ തോന്നിയാസം പറയണം, വാക്കകത്ത് വിരൽ കയറ്റി അതിനകത്ത് ഇടക്കണ കുത്തി നമ്മൾ എടുക്കൂലേ, ഒട്ടി എന്നും പറഞ്ഞ് മൊത്തം പിടിച്ചു വാങ്ങിച്ചോണ്ട് നമ്മളിഞ്ഞ് പോരും. ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഇറങ്ങി ഒരൊറ്റ ഓട്ടം. നേരെ വന്നപ്പോഴേക്കും മദീനത്തുൻ നബവിയിലെ ബാങ്ക് മുഴങ്ങുകയാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. സുബഹിന്റെ ബാങ്ക് മുഴങ്ങുകയാ. ഇമാമത്ത് നിൽക്കുന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അസ്ലം തങ്ങൾക്ക് സൗകര്യം കിട്ടിയത് പിന്നിലെ സൊഫിലാ. ഉമർ റളിയല്ലാഹു അൻഹു സൂറത്ത് ഓതി വന്നപ്പോ ഒരു ആയത്തെത്തി, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. നിങ്ങൾ ആഖിറത്തിൽ നിർത്തപ്പെടും, അല്ലാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കുമെന്നെത്തിയപ്പോൾ ഉമർ തങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ വിങ്ങാൻ തുടങ്ങി. കരച്ചില് പിന്നെ വല്ലാതെ മൂർത്തിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി കരയാൻ തുടങ്ങി. അസ്ലം തങ്ങൾ പറയുന്നു, പിന്നിലെ സഫിൽ നിന്ന് എനിക്കത് കേൾക്കാം. മക്കള് കരഞ്ഞാൽ നമ്മൾ പറയും, കരയല്ലടാ പനി പിടിക്കുമെന്ന് പറയൂലേ. ഉമർ റളിയല്ലാഹു അൻഹു ആ കരച്ചില് കാരണം പനിച്ചു. എത്ര നാളെന്നറിയോ? ഷഹ്റ, 1 മാസക്കാലം പനിച്ച് പൊരിച്ചു കിടന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഖുലുഖുൻ അലീം ഇവിടെ നിന്ന് വ്യക്തമാണ്. എങ്ങനെ ആ ഉമ്മ തനിക്കെതിരെ പറഞ്ഞപ്പോൾ പിന്നീട് ആ ഉമ്മയെ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കാരണം എന്തെന്നറിയോ? സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല ഈ ഉമ്മ. എന്താ പ്രത്യേകത? എന്റെ ഭരണത്തിൽ എന്തെങ്കിലും എന്റെ ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ ഈ ഉമ്മ അള്ളാന്റെ കോടതിയിൽ നിന്ന് എന്നെ പിടിച്ചു നിർത്തും. അതുകൊണ്ട് പിന്നീട് സംരക്ഷണവും സുരക്ഷിതത്വവും പൂർണ്ണ നിരീക്ഷണവും നൽകി. എന്ത് കുറവുണ്ടെങ്കിലും അപ്പോഴേ കൊടുക്കും. കാരണം എന്താ? അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നുള്ള പേടി. നമ്മളാണെങ്കിലോ, എടാ എനിക്ക് എന്നെ വോട്ടിടണം, നിങ്ങൾക്ക് എന്നെ വോട്ട്. പണ്ട് ആദിവാസി മേഖല ചെന്നിട്ട് ഒരു ആദിവാസി ഒരു പാർട്ടിക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ജയിപ്പിക്കണം, എന്നെ ജയിപ്പിച്ച പുകയില്ലാത്ത അടുപ്പും കക്കൂസും തരാമെന്ന് പറഞ്ഞു. അതാണല്ലോ വാഗ്ദാനം. അപ്പോഴാ ആദിവാസി മൂപ്പൻ ചോദിച്ചു, ഈ അടുപ്പ് പുകഞ്ഞില്ലെങ്കിൽ പിന്നെ കക്കൂസ് കൊണ്ട് വല്ല നേട്ടമുണ്ടോ? ഒരു നേട്ടവും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വോട്ട് ചോദിക്കും, വോട്ട് തരാമെന്ന് പറയും. നമുക്കൊരു കണക്കുണ്ട്. വോട്ട് മാറ്റിക്കുട്ടിയാൽ നമ്മൾ പിന്നെ അവന് ബാത്റൂമും കൊടുക്കൂല, കിണറും കൊടുക്കൂല, അവന് കോഴിയും കൊടുക്കൂല, തെങ്ങും തൈയും കൊടുക്കൂല. ഇതല്ലേ നമ്മുടെ സ്വഭാവം. ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഉമറിനെക്കാൾ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രതിപട്ടികയിൽ നിർത്തിയിട്ട് വന്ന ചെറുപ്പക്കാരനെ പ്രശംസിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ആ പ്രിയപ്പെട്ട ഉമ്മയെ പ്രത്യേകമായ നിരീക്ഷണത്തിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, ഇത്
സ്വീകാര്യമായ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാണ്, ഇത് മഹത്തായ സ്വഭാവത്തിൽ ഖത്താബിൻ്റെയും ഹംദമയുടെയും മകനായ ഉമർ എന്ന് പറയുന്ന വ്യക്തിയുടെ എന്തെങ്കിലും മഹത്വമായിട്ടല്ല, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു കൊടുത്ത സ്വഭാവത്തിൻ്റെ ആ സംസ്കൃതി, അതിൽ നിന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്.